നമ്മളെ ഷോപ്പിന്റെ റെന്റിന് മേലെ GST അടക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. നമ്മളെ ഇൻപുട്ട് ഒന്ന് സെറ്റ് ഓഫ് ചെയ്യുമോ അതോ നമ്മൾ ക്യാഷ് ആയിട്ട് അടക്കണോ? എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് അറിയാൻ. ഇതിൽ 2 കേസാണ് വരുന്നത്. ഒന്ന് ബിൽഡിംഗ് ഓണർ GST രജിസ്റ്റേർഡ് പേഴ്സണും ഒന്ന് അൺരജിസ്റ്റേർഡ് പേഴ്സണും. ഫസ്റ്റ് കേസിൽ GST ഓണർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ബില്ല് റൈസ് ചെയ്തിട്ട് GST ഓണർ നമുക്ക് ബില്ല് റൈസ് ചെയ്തിട്ട് തരും. അത് നമ്മൾ നേരെ ITC ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. സെക്കൻഡ് കേസിൽ ബിൽഡിംഗ് ഓണറിന് GST ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേയ്മെന്റ് എന്തായിരിക്കണം, RCA മെത്തേഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് GSTയിൽ അടച്ചു കൊടുക്കണം. ഇത് നമുക്ക് ITC ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ബട്ട് ഈ RCA മെത്തേഡ് വഴി നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് ITCന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യണം GSTയിൽ. അവിടെയാണ് നിങ്ങൾ ചോദിച്ചത് ക്യാഷ് ആയിട്ട് അടക്കണോ ITC ആയിട്ട് അടക്കണോ എന്ന്. അത് തീരുമാനിക്കുന്നത് ഈ കേസുകൾ അനുസരിച്ചിട്ടാണ്. നിങ്ങളെ ബിൽഡിംഗ് ഓണർക്ക് GST ഉണ്ടോ ഇല്ല എന്ന് നോക്കിയിട്ടാണ് ക്യാഷ് ആയിട്ട് അടക്കണോ അതോ ITCന്ന് സെറ്റ് ഓഫ് ചെയ്ത് പോകുന്നില്ല ഒപ്പീനിയൻ വരും. കോമ്പോസിഷൻ ഡീലേഴ്സിന് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു GST റെന്റിന്റെ മുകളിൽ 18% അടക്കണം എന്ന് പറഞ്ഞിട്ട്. അത് പിന്നീട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം റെഗുലർ GST എടുത്ത വ്യക്തികൾക്ക് മാത്രമേ എന്തുള്ളൂ, റെന്റിന്റെ മുകളിൽ 18% GST നിർബന്ധമായിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾ ബിൽഡിംഗ് ഓണറുടെ സ്റ്റാറ്റസ് എന്താണ് വരുന്നത്? ബിൽഡിംഗ് ഓണർ രജിസ്റ്റേർഡ് അല്ല, GST രജിസ്റ്റേർഡ് അല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ വരിക? സെക്കൻഡ് ഒപ്പീനിയനിലാണ് വരിക. സോ നിങ്ങൾ രജിസ്റ്റേർഡ് അല്ലാത്ത ബിൽഡിംഗ് ഓണർ ആയത് കാരണം നിങ്ങൾ എന്തായിരിക്കണം, RCA മെത്തേഡ് വഴിയാണ് GST അടച്ചു കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ITC ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ RCA മെത്തേഡ് ഉപയോഗിച്ചിട്ട് GSTയിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.